ഒരു സംസ്ഥാനമായിട്ട് കേരളം തന്നെ കൊച്ചു കേരളം എല്ലാവരും പറയാറുള്ളത്. എന്നെ അതിനെ മുറിച്ചൊരു ഇതാക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്കാർക്കോ ചിന്ത ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഐക്യത്തിന് ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാരുണ്ട് അവിടെ. ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷി ഭിന്നിച്ചു കേൾക്കുമ്പോൾ ചിരിക്കുന്നവരല്ല. ആ ഭിന്നിച്ചാൽ അതിന്റെ അർത്ഥം അത് നാട്ടിനും സമുദായത്തിനും സമൂഹത്തിനും ഒക്കെ ദോഷം മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പത്രത്തിന്റെ ഈ ലോകം നിങ്ങൾ രണ്ട് ഭിന്നിപ്പായി എന്ന് കേട്ടാൽ ഞങ്ങളപ്പോൾ ചിരിക്കുകയല്ല വേണ്ടത്, അത് ഉടനെ ഇല്ലാതെയാക്കണം. കാരണം ഭിന്നിപ്പായാലും ഒരു കൂട്ടർ സഹായിക്കും, മറ്റു കൂട്ടർ സഹായിക്കൂല, എതിർക്കും. അങ്ങനെ ഒരു ഇതില്ല. അപ്പോ അതുകൊണ്ട് ഞങ്ങളൊരിക്കലും ഭിന്നിപ്പിനെ ഇഷ്ടപ്പെടുന്നവരല്ല. ദേശീയ തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഈ സാമുദായിക സംഘടനകളുടെ മുസ്ലിം ലീഗിനെ കൂടി സഹകരിച്ചുകൊണ്ടായിരിക്കും. അതാണ് ഇപ്പോ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ മറുപടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു ഉദ്ദേശമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതെ, ആരൊക്കെയാ കൂട്ടേണ്ടത് കൂട്ടണ്ടാത്തത് ആലോചിക്കൂ. നമ്മൾ ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അതിന് 3 ഘട്ടങ്ങളായി വിലയിരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം 2024 വർഷമാണ്. അത് യുവജന വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ സംസ്ഥയുടെ നേരെ യുവജന സംഘടനയായ സംസ്ഥ കേരള സുന്നി യുവജന സംഘം എന്നിവയിൽ പ്രവർത്തിക്കുന്ന അവരാണ് ഈ വർഷത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടക്കുന്നു. സമാപനം എന്ന രീതിയിൽ ഡിസംബർ മാസം 26, 27 തീയതിക്ക് തൃശ്ശൂരിൽ വെച്ചിട്ട് വലിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. 25 വർഷമാകുമ്പോൾ അത് ബഹുജന വർഷമായി അതിനെ രണ്ടാമത് ആഘോഷിക്കുക. രണ്ടും കഴിയുന്ന മുറക്കാണ് 26-ല് പണ്ഡിതന്മാരുടെ മാത്രമായുള്ള പരിപാടികൾ വേറെയും വരുന്നത്. അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ എന്താണ് തടസ്സമുള്ളത്? എവിടെയാണത് പ്രശ്നം നിൽക്കുന്നത്? ഐക്യോ സാഹചര്യം ഒരുങ്ങി വരട്ടെ. അത് പ്രാവർത്തികമാകുമോ? ആഗ്രഹം മാത്രമായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. അല്ലല്ല, അത് പ്രാവർത്തികമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആഗ്രഹത്തിലുള്ള മാറ്റുക, പ്രതീക്ഷിക്കുന്നത് ആക്കുക അല്ലേ? ആ പ്രതീക്ഷയുടെ വഴിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? പ്രതീക്ഷയുടെ വഴിയിലാണ്. പുറകോട്ട് പോയിട്ടില്ല. അതെവിടെയാണ് ഇടക്കാലത്ത് കുറച്ച് സജീവമായിരുന്നു ചർച്ചകളൊക്കെ, അത് എവിടെയാണ് തടസ്സപ്പെട്ട് നിൽക്കുന്നത്? അതിപ്പോ പത്രലോകത്തേക്ക് കൊടുക്കാത്ത പ്രവർത്തനങ്ങളുണ്ടാവുമല്ലോ ചിലപ്പോ. പത്രലോകത്തേക്ക് കൊടുത്താൽ നടക്കൂലെന്ന് തോന്നുമ്പോൾ കൊടുക്കാതിരിക്കുന്ന ചില സംഗതികളും ഉണ്ടാവാം.